സ്ത്രീ നിങ്ങളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കാൻ ഡാർക്ക് സൈക്കോളജിയിൽ ഒരു 50 ടെക്നിക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ അവളോട് ജെന്യുവൻ ആണെങ്കിലും അവൾ നിങ്ങളോട് ഒരു ചെറിയ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിലും മാത്രം ഇത് ഉപയോഗിക്കുക. കാരണം ഞാൻ പറയാൻ പോകുന്നത് മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. മാനിപ്പുലേഷന് ഒരുപാട് ആയുസ് ഉണ്ടാവില്ല. വേണമെച്ചാൽ നിങ്ങളുടെ ലൈഫ് ഒരു ഘട്ടം കഴിഞ്ഞാലാണ് ഇത് മാനിപ്പുലേഷനാണ്, ഇത് ഫ്ലോപ്പ് ആവാൻ തുടങ്ങുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഈ മാനിപ്പുലേഷനൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് നിങ്ങൾക്ക് തന്നെ വിനയാവും. അപ്പൊ ജെന്യൂൻ ആണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കുക, വെറുതെ മിസ്യൂസ് ചെയ്യുക, ഇത് നിൽക്കരുത്. ഇവിടെ ഞാൻ ഇന്ന് 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു സ്ത്രീ ഒരു പുരുഷനെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഭ്രാന്തമായി സ്നേഹിക്കാൻ ഒരു സ്ത്രീ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യത്തെ ഫ്രാൻഡം പ്രസൻസ്, അതായത് അദൃശ്യ സാന്നിധ്യം. ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ ഓൺലൈനിലുണ്ട്, പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾ വേണമെച്ച സാധാരണ പെട്ടെന്ന് റീപ്ലൈ കൊടുക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ റീപ്ലൈയെ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ അവൾ അയച്ച മെസ്സേജ് വായിച്ചിട്ട് മിണ്ടാണ്ട് കട്ട് ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ വോയിസ് കേട്ടിട്ട് അത് മിണ്ടാണ്ട് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞിട്ട് മാത്രം റീപ്ലൈ കൊടുക്കുക. കാരണം അങ്ങനെ എടുക്കുമ്പോൾ അവൾ അത് കൂടുതൽ ചിന്തിച്ചു തുടങ്ങും, ഇവൻ എന്താ റീപ്ലൈ തരാത്തത് എന്നുള്ളത്. ആ ചിന്ത അവളുടെ മനസ്സിൽ എന്തായാലും സ്റ്റോർ ആവും. നിങ്ങൾ ഉടനെ റീപ്ലൈ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പണിയില്ല, നിങ്ങൾ ബിസി അല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യമില്ല എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു തുടങ്ങും. 2 മണിക്കൂർ കഴിഞ്ഞ് റീപ്ലൈ കൊടുക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവൾ പറഞ്ഞതിന് മറുപടി പറയുക, ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ അവിടെ ചോദിക്കാൻ. അടുത്ത പുഷ് പുൾ ഡൈനാമിക്, അതായത് വലിക്കുക തള്ളുക. തലേ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടാവും, രാത്രി ലേറ്റ് നൈറ്റ് വരെ സംസാരിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാവും, വേണിച്ച വഴിവിട്ട കാര്യങ്ങളടക്കം സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇല്ലേ, ഒന്നും സംസാരിക്കാൻ പോകണ്ട. വേണിച്ച കുറച്ച് വെറുപ്പ് പോലെ കാണിക്കുകയാണെങ്കിലും അത്രയും നല്ലതാണ്. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇവൻ രാവിലെ എപ്പോഴും വെറുപ്പ് കാണിക്കുന്നുള്ള വിചാരം വരും. അങ്ങനെ ഇടയിൽ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കാണിക്കുന്നത് നല്ലതാണ്. ഒരു മെസ്സേജ് അയക്കാണ്ടിരിക്കുക, ഏതെങ്കിലും സ്പെസിഫിക് ടൈം ആകുമ്പോൾ മാത്രം മെസ്സേജ് അയക്കുക. നെക്സ്റ്റ് ദ അൺഫിനിഷ്ഡ് സിമ്പഡി. നേരത്തെ പറഞ്ഞല്ലോ രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ രാത്രി സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പുലർച്ചെ വരെ ആക്കാനും പാടില്ല. എന്തെങ്കിലും അവൾ കാര്യമായിട്ട് പറയുമ്പോൾ ഉടനടി നിർത്തുക, എന്നിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ പോവുക. അങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അവൾ മനുഷ്യ ഒരാളെ ബഹളം ഉണ്ടാക്കൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആ ബഹളം ഉണ്ടാക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തണുത്തോളും. ആ ബഹളം ഉണ്ടാക്കുമ്പോൾ അത് മുഴുവനും കേട്ടിരിക്കുക. നിങ്ങളുടെ ഉറക്കത്തിന്റെ സമയം നിങ്ങൾ പാഴാക്കരുത്, ഉറങ്ങുക തന്നെ ചെയ്യുക. കാരണം ഉറക്കമില്ലെങ്കിൽ ആയുസ് കുറയുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ സമയത്തുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അവൾ ഉറങ്ങാതെ പിറ്റേ ദിവസം വരെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോഴും നിങ്ങളോടുള്ള ഒബ്സഷൻ കൂടിക്കൂടി വരികയാ ചെയ്യുക. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ആസക്തി കൂടിക്കൂടി വരണം. അങ്ങനെ കൂട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി വേറൊരാളെ തേടിയിട്ട് അവൾ പോവും. അങ്ങനെ നിങ്ങൾ നിർത്തിയിട്ട് പോവുകയാണെങ്കിലും ഞാൻ നിർത്തി പോകണം, ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്താനും പാടില്ല. എന്തെങ്കിലും ജസ്റ്റ് വേഗം പറഞ്ഞു വെക്കുകയാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ്. അടുത്ത കാൽക്കുലേറ്റഡ് വൾനറബിലിറ്റി, അതായത് നിങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത കുറെ രഹസ്യങ്ങളുണ്ടാവും. നമ്മൾ മനുഷ്യന്മാരെ എല്ലാവർക്കും അങ്ങനെയാണ്, പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ടാവും. അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ചിലപ്പോൾ അത് പറയുള്ളൂ, അതായത് കംഫർട്ട് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം സൗണ്ട് കമ്മിയാക്കിയിട്ട് ഞാൻ ഇത് നിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന രീതിയിൽ അത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കുറച്ച് കോമഡി ആയിരിക്കണം, കുറച്ച് എറോട്ടിക്കും ആയിരിക്കണം. അടുത്തത് കോൺട്രാസ്റ്റ് പ്രൈസ്. ഒരു സ്ത്രീക്ക് അവൾ സുന്ദരിയാണോ സുന്ദരിയല്ലേ, എത്രമാത്രം സുന്ദരിയാണോ എന്നുള്ളതൊക്കെ എല്ലാ കാര്യവും അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവള് നല്ല കോസ്റ്റ്യൂം ഇടുമ്പോൾ നീ സുന്ദരിയാണ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് എല്ലാവരും പറയുന്ന കോമൺ കാര്യമാണ്. പക്ഷെ കാൽക്കുലേറ്റഡ് ആയിട്ട് എടുത്തു പറയണ ഒരു പ്രൈസ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. അത് നിങ്ങൾ കണ്ടെത്തണം, അതിന് നിങ്ങൾ നിരീക്ഷിക്കണം. അതാണ് ശരിക്കും പറഞ്ഞ അവിടെ ടേണിംഗ് പോയിന്റ്. അതാണ് അവൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവുക, പക്ഷെ അത് മിക്കവരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അടുത്ത ഇമോഷണൽ ആങ്കറിങ്, അതായത് ഒരു സ്ത്രീ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് കരയുകയാണെങ്കിൽ
അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾ കാണണം. കാരണം അത്രയും കംഫർട്ടഡ് ആൾക്കാരുടെ മുന്നിൽ മാത്രമേ ചിലപ്പോൾ കരയുകയുള്ളൂ, അല്ലെങ്കിൽ വേദനിപ്പിച്ച ആൾക്കാരെ മാത്രമേ കരയുകയുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ തടി തപ്പാനും അവൾ അത് കരയുകയും ചെയ്യും. അങ്ങനെ കരയുകയാണെങ്കിൽ കരഞ്ഞു കഴിയട്ടെ, അതുവരെ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. അല്ലാണ്ട് അതിന് നിങ്ങൾ ഒരിക്കലും പരിഹാരം കാണാൻ പാടില്ല. ആണുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നാൽ അതിന് വേഗം പരിഹാരം പറഞ്ഞു കൊടുക്കും, പരിഹാരം കണ്ടെത്തി കൊടുക്കും. അങ്ങനെ ഒരു പരിഹാരത്തിന്റെ ആവശ്യം ഒരു പെണ്ണുങ്ങൾക്കും ഇല്ല. അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവര് പറയണത് കേട്ടുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് ആ പ്രശ്നം ആരെടുത്തെങ്കിലും പറയണമെന്നേ ഉള്ളൂ. ആ പരിഹാരത്തിന്റെ ആവശ്യം അവർക്ക് ഇല്ല. കാരണം പരിഹാരം എന്താണെന്നുള്ളത് അവർക്ക് അറിയാം. കാരണം ഏറ്റവും നല്ല മാനിപ്പുലേറ്റർ തന്നെയാണ് സ്ത്രീകൾ. അടുത്തത് സ്കേഴ്സിറ്റി പ്രിൻസിപ്പിൾസ്, അതായത് ലഭ്യത കുറവ്. അവൾ എപ്പോഴും വിളിച്ചാലും നിങ്ങൾ അവൈലബിൾ ആവാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ബിസി ആയിരിക്കണം. അങ്ങനെ അവൾ എപ്പോഴും വിളിക്കുമ്പോഴും നിങ്ങളെ കിട്ടുകയാണെങ്കിൽ അവർക്ക് പിന്നെ വലിയ വില ഉണ്ടാവില്ല. കാരണം എപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല, അതിന് മനുഷ്യന്മാർക്ക് വിലയുണ്ടാവില്ല. കാരണം അത് ചീപ്പാണ് എന്നുള്ള വിചാരം ഓട്ടോമാറ്റിക്കലി എല്ലാ മനുഷ്യർക്കും വരും. അടുത്ത ഇന്റർമിറ്റന്റ് റീഎൻഫോഴ്സ്മെന്റ്, അതായത് സാധാരണ ഒരു ദിവസം പരിചയപ്പെട്ട അന്നോ സ്ത്രീകൾക്ക് നിങ്ങൾ ഒന്നും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നീ ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുക. സ്ത്രീകൾക്ക് ചോക്ലേറ്റ് കുറച്ച് ഇമോഷണൽ ആണ്, അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറയാൻ പാടില്ല. റോട്ടിൽ പോയപ്പോൾ അങ്ങനെ കണ്ടു, അതുകൊണ്ട് വാങ്ങിച്ചു എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അടുത്തത് മിറർ ഷാഡ്, അതായത് മിററിംഗ് എഫക്റ്റ്. അവൾ എന്ത് ചെയ്യുന്നോ ആ രീതിയിൽ തന്നെ നിങ്ങൾ ബിഹേവ് ചെയ്യുക, ആ രീതിയിൽ തന്നെ ഇരിക്കുക. ഇപ്പൊ നിങ്ങൾ കഫേയിലൊക്കെ പോവുകയാണ്, കഴിക്കുകയാണെങ്കിൽ അവൾ ഏത് രീതിയിലാണ് കഴിക്കുന്നത് ആ രീതിയിലൊന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഏത് രീതിയിലാണ് പെരുമാറുന്നത് ആ രീതിയിൽ പെരുമാറുക. അടുത്ത ഇൻഡ്യൂസ്ഡ് ജലസി. ഒരുമിച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ DM കാണിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് അവളില്ലെങ്കിലും വേറെ സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ ബോധിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ലോകത്ത് അവള് മാത്രമേ ഉള്ളൂ എന്നൊരു കാണിക്കാനേ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, പക്ഷെ അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് മറ്റു പലരുമായിട്ടുള്ള ബന്ധമുണ്ട്, വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പോകരുത്. ഒരിക്കലും അത് പണ്ട് സഹിക്കില്ല. പക്ഷെ ചാറ്റിങ്ങും സംസാരവും ഉണ്ട് എന്നുള്ള ജലസി ക്രിയേറ്റ് ചെയ്തേ നിങ്ങൾ പറ്റുകയുള്ളൂ. കാരണം വേറൊരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനെ ബാക്കിയുള്ള സ്ത്രീകൾക്കും വേണം എന്നുള്ള തോന്നൽ സ്ത്രീകൾക്ക് ഇടയിലുണ്ട്. അടുത്തത് പ്രൊട്ടക്ടർ ഇല്യൂഷൻ. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക് ഉണ്ടാവുക, എന്നിട്ട് അത് നീയാണ് കാരണക്കാരൻ എന്ന് പറയുണ്ടാവും. അവിടെ ഞാനാണ് കാരണക്കാരെന്നുള്ളത് സമ്മതിക്കാനും പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഒരു 24 hours നിങ്ങൾ മിണ്ടാൻ പോകാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട് എന്നുള്ളത് അവൾ മനസ്സിലാക്കട്ടെ. ഇത് വേണിച്ചാൽ അവൾ നിങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞായിരിക്കും. പിന്നെ നിങ്ങൾ കടിച്ചു തൂങ്ങിയിട്ട് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അടുത്ത ട്രയാങ്കുലേഷൻ, അതായത് കോളേജ് ഫ്രണ്ടിനെ പറ്റി സംസാരിക്കുക. കോളേജിലുള്ള വേറെ ഗേൾസ് ആയിട്ടുള്ള ഇടപഴകിയ ദിവസങ്ങൾ, അവൾ ഇന്ന് നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ, നീ അവളോട് സംസാരിച്ച കാര്യങ്ങൾ, ഇതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. അതൊക്കെ അവൾക്ക് അസൂയ കിട്ടും. അടുത്തത് സേവിയർ കോംപ്ലക്സ്. അവൾ ചിലപ്പോൾ പഴയ കാമുകനെ പറ്റിയിട്ടൊക്കെ പറയുകയായിരിക്കാം. അത് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ പഴയ കാമുകൻ അവൻ നല്ലതായിരുന്നു, അവൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവിടെ അവനെ പോലെ ആവാം എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. ഞാൻ ഇങ്ങനെയാണ്, നിനക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് നിങ്ങൾ അവിടെ തർപ്പിച്ച് തന്നെ പറയണം. നിങ്ങൾക്കത് പറ്റിയെന്നും വരില്ല. നിങ്ങളത് പറയുമ്പോൾ അവൾ ഇട്ടിട്ട് പോകുന്നൊക്കെ വിചാരിക്കും. ആ സമയത്ത് അവൾ ഇട്ടിട്ട് പോകുമായിരിക്കും, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ മടങ്ങി വരും. സ്ത്രീകൾ അങ്ങനെയാണ്. നമ്മൾ ആണുങ്ങൾ തന്നെ എപ്പോഴും മണ്ടന്മാരാവാറുള്ളൂ. അടുത്ത കോൾഡ് റീഡിംഗ് ആണ്. ഇപ്പൊ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവളോട് പറയുകയാണ്, നീ പുറത്ത് സ്ട്രോങ് ആണെന്ന് കാണിക്കുമെങ്കിലും നീ ഉള്ളിൽ നല്ല കെയർ ആഗ്രഹിക്കുന്നു. അതൊരു സാധാ കാഷ്വൽ ആയിട്ട് തന്നെ പറയുക. ഇതൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളാണ്. അത് അവളെ നിന്നെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കാൻ സഹായിക്കും. അടുത്ത ഫ്യൂച്ചർ പേസിങ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലുള്ള കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാട് നിങ്ങൾ പറയണം. അതിലൊരിക്കലും ഞാൻ എന്നുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യരുത്. നമ്മൾ എന്ത് പറയുകയാണെങ്കിലും നമ്മളുടെ ഭാവി, നമ്മൾ ഭാവിയിൽ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അത് പറയുമ്പോൾ അവൾ എന്ത് സ്വപ്ന കാണുന്ന അതിൽ നമ്മൾ നിങ്ങൾ ചേർത്താൽ മാത്രം മതി. ഭാവിയിൽ പിന്നെ ആ സ്വപ്നം നടത്തിയില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും. പക്ഷെ അതൊരു മാനിപ്പുലേഷനാണ്. അതിലെപ്പോഴും നമ്മൾ എന്നുള്ളത് നിങ്ങൾ
കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. നിങ്ങൾ അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യും വേണം. നീ ഞാൻ എന്നുള്ള വാക്കുകൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ അടുത്ത സൈലന്റ് ട്രീറ്റ്മെന്റ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, നിങ്ങൾ തല്ലുകൂടി, ഒന്നും മിണ്ടണ്ട. ഒന്നല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ മിണ്ടാണ്ട് എണീച്ച് പോവുക, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറിൽ സംസാരിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ അവൾ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. മൗനമായിട്ട് പറയണതൊക്കെ കേട്ടിട്ട് കട്ട് ചെയ്തിട്ട് പോവുക. അത് അവിടെ ഗിൽറ്റി ഫീൽ അവർക്ക് ചെയ്യും. നിങ്ങൾ എപ്പോൾ ചൂടായോ അവിടെ നിങ്ങൾ തോറ്റു പോവുകയാണ്. നിങ്ങൾ ചൂടായ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് നിങ്ങൾക്ക് സോറി പറയേണ്ടി വരും. അത് പാടില്ല. അടുത്ത ഇന്റലക്ച്വൽ ഡൊമിനൻസ്. അതായത് അവൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് നന്നായിട്ട് തന്നെ സംസാരിക്കുക. അതിന് നല്ല ബുദ്ധിപരമായിട്ട് തന്നെ സംസാരിക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യുക. അവൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അടുത്ത സീക്രട്ട് വേൾഡ് കൺസെപ്റ്റ്. അതായത് നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മൂന്നാമത് ഒരാൾ അറിയരുത് എന്ന് പറയുക. അത് തമാശ രൂപേണ തന്നെ പറയണം. അത് തമാശയായിട്ട് തന്നെ കുറച്ച് എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് സീരിയസ് ആവുകയും വേണം. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കണ പെണ്ണ് നിങ്ങളെ കുറച്ച് സ്നേഹിക്കാൻ തുടങ്ങി വിചാരിച്ചോ, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫ്ലർട്ടിങ് നടത്തും. അത് ആണുങ്ങൾ അങ്ങനെയാണ്, സ്നേഹിക്കാൻ തുടങ്ങിയ ഫ്ലർട്ടിങ് നടക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്വഭാവത്തിലേക്ക് തന്നെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. തൻ്റെ തനി സ്വഭാവമൊക്കെ കാണിക്കാൻ തുടങ്ങും. ഇത് ആദ്യം തന്നെ തനി സ്വഭാവം കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, തനി സ്വഭാവത്തിലേക്ക് ആക്കുമ്പോഴും നിങ്ങൾ ഫ്ലർട്ടിങ് തുടരുന്നത് നല്ലതായിരിക്കും. അത് എറോട്ടിക് മിക്സ് ആക്കുക തന്നെ വേണം. എന്നാൽ അത് ഓവർ ആവാനും പാടില്ല. ബോഡി ഷെയ്മിങ് പാടില്ല. അടുത്ത സെൻസറി ഡിപ്രിവിയേഷൻ. അതായത് എന്ന് രാത്രി നിങ്ങൾ 9 മണിക്ക് അവളെ വിളിക്കുകയാണ്, എന്ന് ഇന്ന സ്ഥലത്ത് പോയി നിങ്ങൾ കാണുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം അതിനെ അറുതി വരുത്തുക. എന്നിട്ട് പറ്റില്ല എന്നുള്ളത് ഒരു 8 മണിയാകുമ്പോൾ തന്നെ പറയുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കുക. എന്താ കാരണം എന്നുള്ളത് നിങ്ങൾ അവിടെ വിശദീകരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഹൈ സ്റ്റാൻഡേർഡ് ട്രാപ്പ് എന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണ ഒരു പെണ്ണിനെ അധികം ഇഷ്ടപ്പെടാറില്ല, പക്ഷെ എനിക്ക് നിന്നിൽ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു എന്നുള്ളത് ആദ്യം തന്നെ കുറച്ച് പറയുകയാണെങ്കിൽ നല്ലതാണ്. ബാക്കി എല്ലാവരും വായിച്ചെടുത്തോളൂ. അടുത്ത മൈക്രോ റിജക്ഷൻ. അതായത് ഇപ്പൊ അവളൊരു പാട്ട് പാടുകയാണ്, അത് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറയാൻ വേണ്ട. അവൾ എന്തെങ്കിലും റീൽ ഇടുകയാണെങ്കിൽ ആ റീല് കാണാത്ത പോലെ നടിക്കുക. ലൈക്ക് അടിക്കേണ്ട ആവശ്യമില്ല. പേഴ്സണലി മോശമുള്ള കാര്യങ്ങൾ മോശമാണെന്ന് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ പറയുക. കാരണം എല്ലാവരും നല്ലത് പറയുമ്പോൾ നിങ്ങൾ മോശം പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ മോശം മാത്രമാണ് അവളുടെ മനസ്സിലുണ്ടാവുക. എല്ലാവരുടെയും നല്ലത് മനസ്സിലുണ്ടാവില്ല. കാരണം എല്ലാവരും ഒരേ കാര്യമായിരിക്കും പറയുണ്ടാവുക. ഇനി അടുത്തത് സീക്രട്ട്. അതായത് ഒരു കൂട്ടം ആൾക്കാരുണ്ട് വിചാരിച്ചോ, ഒരു കല്യാണത്തിന് പോയി പാർട്ടിക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ പാർട്ടിയിൽ എത്തിയിട്ട് കുറേ കഴിഞ്ഞിട്ട് അവളുടെ അടുത്ത് പറയാം, ഈ പാർട്ടിയിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് നീയാ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നല്ലതാണ്. ഇനി അടുത്തത് ട്രാജക്ടറി ഷിഫ്റ്റ്. അതായത് ഞാൻ തടിച്ചോ ഞാൻ മെലിഞ്ഞോ എന്നൊക്കെ ചിലപ്പോൾ അവൾ ചോദിച്ചേക്കാം. അപ്പോൾ നീ ഓട്ടോമാറ്റിക്കലി ചോദിക്കണം, നീ തടിച്ചോ മെലിഞ്ഞോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല, നീ അത് ശ്രദ്ധിച്ചിട്ടുമില്ല എന്ന രീതിയിൽ തന്നെ പറയണം. അത് മാത്രമല്ല, അവളുടെ കോൺഫിഡൻസിനെ പറ്റിയിട്ടാണ് നീ അവിടെ വിലയിരുത്തേണ്ടത്. നിനക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് കമ്മി ആയിട്ടുണ്ട്. ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല എന്നൊരു കാരണം കൊണ്ടാണ് അതൊന്നും ഇവിടെ പറയാത്തത്. ഇനി അടുത്തത് പുരുഷനെ സ്ത്രീയിലേക്ക് അഡിക്റ്റാക്കാൻ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്.